നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവം നാടിന് നൊമ്പരമായി. ഫോറൻസിക്കും പോലീസും പരിശോധന നടത്തി. ചെറുവണ്ണൂർ കക്കറമുക്കിന് സമീപം ഒതിയോത്ത് താഴെ വെച്ചാണ് ഇന്നലെ രാത്രി 9 മണിയോടെ കാറിന് തീപിടിച്ച് 6 മാസം ഗർഭിണിയായ സോന മരണപ്പെട്ടത്. കോഴിക്കോട് ആശുപത്രിയിൽ കാണിച്ച് തിരിച്ചുവരവെയായിരുന്നു കാറിന് തീപിടിച്ചത്. വൻപൊട്ടിത്തെറിയും തീജ്വാലയും കണ്ടാണ് സമീപവാസികൾ ഓടിയെത്തിയത്. ഭർത്താവ് രജിൻലാൽ ശരീരം മുഴുവൻ തീയുമായി പുറത്തു ചാടിയിരുന്നു. തീയണച്ചപ്പോഴാണ് ഭാര്യ സോന അകത്തുണ്ടെന്ന് പറഞ്ഞത്. ഡോർ കുടുങ്ങിയതിനാൽ ഗ്ലാസ് പൊളിച്ചാണ് പുറത്തെടുത്തതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഭയങ്കര ശബ്ദം, അതിനോടുകൂടി തീയും കത്തുന്നതാണ് കാണുന്നത്. പിന്നെ അടുത്ത വീട്ടിലുള്ള നിലവിളിയും ഈ വീട്ടിൽ എന്തൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ബക്കറ്റ് എടുത്തിട്ട് ഓടി വരുന്നത്. ഞാനും ഇങ്ങനെ തന്നെ അങ്ങനെ കമ്പിപ്പാറ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മടങ്ങി പോയി കമ്പിപ്പാറ എടുത്തുകൊണ്ട് ഡോറ് ഒരു കൊണ്ടുവെക്കാൻ തുറക്കാനായില്ല. അപ്പോഴേക്ക് ഈ ആളുണ്ടോ ചോദിക്കുന്നുണ്ട്. പക്ഷേ മുകളിൽ ഈ ചൂട് ഏൽക്കാതെ ഇരിക്കാനുള്ള ഒരു സാധനമല്ലേ, ഒരു വലവലത്തെ, അത് കത്തിയിട്ട് ഈ സോനേൻ്റെ മേത്ത് വീണ് വെച്ച് ഞാൻ കണ്ടിക്കില്ല. 80% തീ കെടുത്തി തരികയാണ്. ഇത് നീക്കി വെക്കുമ്പോൾ ഇത് ആളെ കാണുന്നത്. ചെറിയൊരു ജീവനുണ്ട്. അന്നേരം CPR കൊടുത്തിട്ടാണ് പിന്നെ രക്ഷപ്പെടുത്താനായില്ല എന്നൊരു സംഘടന ഭയങ്കര ദയനീയം. മുന്നിൽ നമ്മൾ ഇതുവരെ അപകടം പല സ്ഥലത്തും കേൾക്കുകയെന്നല്ലാതെ നമുക്ക് നേരിട്ട് കണ്ടത് വിഷമപ്പെടുക. അതിപ്പോൾ മാറിക്കില്ല, ഞെട്ടലോട്ട് തന്നെ ഇപ്പോൾ ശബ്ദത്തോടു കൂടിയാണ് തീ ആളിപ്പടരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം തൊട്ടിയെല്ലാം എടുത്ത് ഓടി വന്ന് തീ അണയ്ക്കാനുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങി. അപ്പോൾ ഡ്രൈവർ മുന്നിൽ കൂടെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി തോട്ടിൽ തുള്ളുകയായിരുന്നു. അങ്ങനെ അവരാണ് പറയുന്നത് ഇതിൽ എൻ്റെ ഭാര്യയുണ്ട്. അങ്ങനെ ഭാര്യ ബേക്കിൽ തന്നെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ വന്ന സ്വാഭാവികമായിട്ട് കിടന്നത് കൊണ്ടാണ് പെട്ടെന്ന് തീ അണയ്ക്കാൻ വന്നവർക്ക് കാണാതെ പോയത്. അങ്ങനെ ഭാര്യ എടുക്കുന്നേരം തന്നെ ശ്വാസമുണ്ടായിരുന്നു. പിന്നീടാണ് മരണം സംഭവിച്ചത്. ഭർത്താവിന് 60% പൊള്ളലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സോനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും. കോഴിക്കോട് നിന്നും ഫോറൻസിക് വിദഗ്ധരും പോലീസും രാവിലെ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വഞ്ചനാബലിയുടെ സാന്നിധ്യത്തിൽ പാലേരിയിൽ സോനയുടെ തറവാട് വീട്ടിൽ സംസ്കരിക്കും. ഇന്നലെ ഒരു 9 മണിക്കാണ് എൻ്റെ വീട്, എൻ്റെ നേരെ കിഴക്കുഭാഗത്തുള്ളതാ എൻ്റെ വീട്. ഒരു ബസ്സിലൊരു ശബ്ദം ഉണ്ടായി. ശബ്ദം കേട്ട് എന്തൊരു ആക്സിഡൻറ്റ് പറ്റിയെന്നുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഇത് വണ്ടി തന്നെ ഒന്നിച്ച് കത്തുന്ന കാണുന്നു. ഇയാൾ ഓടി എത്തുമ്പോൾ തീക്കെടുത്താൻ വേണ്ടിയിട്ട് ബക്കറ്റിലേറ്റാണ് വന്നത് വെള്ളം എടുക്കുക. അപ്പോൾ ഇതിലുള്ള ഡ്രൈവ് ചെയ്ത ആൾ ഇറങ്ങിയിട്ട് ഈ വണ്ടിക്ക് ചുറ്റും ഇങ്ങനെ തീകോളത്തോടു കൂടി ഇങ്ങനെ ആൾ കത്തുന്ന അയാളെ മേലിന് അടുത്തോട്ട് തുള്ളുകയും ചെയ്ത്. കുറച്ച് കഴിഞ്ഞേരാണ് അപ്പോൾ ഞങ്ങൾ വെള്ളം മുക്കി ഇത് കെടുത്താൻ ശ്രമിച്ച് ഏകദേശം കെടുന്നൊരു സമയത്താണ് മൂപ്പർ പറഞ്ഞത് എൻ്റെ ഭാര്യ എൻ്റെ ബാക്കിൽ സീറ്റിലുണ്ടെന്ന്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ബാക്കിലെ ഭാഗം ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചിട്ട് അത് എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് നല്ല പൊള്ളലേറ്റിട്ടുണ്ട്. നല്ല ജീവനുണ്ട്. നേരെ മരിച്ചിട്ടില്ല. നേരാണ് ആംബുലൻസ് വന്നിട്ട് അതിൽ കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.